ഹലോ ഗായ്സ്, നമ്മൾ ഈ പൂച്ചപ്പിള്ളേരെ കൊണ്ട് എന്താണ് ചെയ്യുക? അവന്മാരെന്നാ കുരുത്തം കേടാണെന്നറിയോ? കുരുത്തം കേട് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ? നമ്മൾ അക്വേറിയത്തിൻ്റെ അടുത്ത് നമ്മളെ ഫിഷ് ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു, പുതിയതായിട്ട് വാങ്ങിയതാണേ. അപ്പോൾ ഇവർക്ക് ക്യാറ്റ് ഫുഡ് എടുക്കുമ്പോഴേ ഫിഷ് ഫുഡും ക്യാറ്റ് ഫുഡൊക്കെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അത് രാവിലെ എടുത്തിട്ട് പാത്രത്തിൻ്റെ കിലുക് കഴിക്കുമ്പോഴേക്കും എല്ലാവരും ഓടി വരും കേട്ടോ. എന്നിട്ട് ഫിഷ് ഫുഡ് എൻ്റെ അടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫിഷ് ഫുഡിനും ക്യാറ്റ് ഫുഡിനൊക്കെ ഏകദേശം സ്മെല്ല് ഒരേപോലെ അല്ലേ. എന്നിട്ട് നമ്മുടെ സിൽക്കി എന്നാ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ ക്യാറ്റ് ഫുഡ് എടുത്ത് കടിച്ച് മുറിച്ച്, ക്യാറ്റ് ഫുഡല്ല ഫിഷ് ഫുഡാണേ, ഫിഷ് ഫുഡ് എടുത്ത് കടിച്ച് അത് ഫുള്ള് പൊട്ടിക്കാൻ നോക്കിയപ്പോഴേക്കും ബാബാറ്റ കണ്ടിട്ട് അവനെ ഓടിച്ചു വിട്ടു കേട്ടോ. ഇപ്പം അതിൻ്റെ അവസ്ഥ ഭയങ്കര, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ എവ്ലിൻ റോസിൻ്റെ കയ്യിലാണിത് ഇരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ? അതേ ഒറ്റ ഷെയറൂട്ടി വരുന്നുണ്ട്. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് കണ്ടേ? ഇത് കണ്ടോ? ഫുൾ ഞാൻ ഫ്ലാഷ് ഓൺ ചെയ്യാം. ഇത് കണ്ടോ? ഫുള്ള് കടിച്ച് പൊട്ടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ കാഴ്ച? ഇത് അവൻ്റെ പല്ല് കണ്ടോ? അതുണ്ടോ? ഇതിൻ്റെ ഇതാ ഇവിടെയൊക്കെ കണ്ടോ? കടിച്ച് ഫുള്ള് പൊട്ടിച്ച് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് എന്തെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഭരണിയിലേക്ക് ഇടാം അല്ലേ ജുവാന? ഇതിലേക്ക് ഇടാം നമുക്ക്. അപ്പോൾ പുതിയൊരു ഭരണിനകത്തേക്ക് ഇടാം കേട്ടോ. മമ്മ ഇതേ അത് പൊട്ടിച്ചിട്ട് ഇടാൻ വേണ്ടി പോവാണ്. ഇവിടെയൊക്കെ കടിച്ച് ഫുള്ള് കടിച്ച് അവന്മാർ ശരിയാക്കി വെച്ചേക്കാണ്. കുരുത്തക്കേടിൻ്റെ അങ്ങേറ്റാണ്. നിങ്ങൾക്കറിയാലോ, കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി കുരുത്തക്കേട് കൂടുവേ. മമ്മ ഇതേ നമ്മുടെ പാത്രത്തിലേക്ക് ഫിഷ് ഫുഡ് ഇടാൻ വേണ്ടി പോവാണ്. നമ്മൾ പുതിയത് വാങ്ങിയതായിരുന്നു കേട്ടോ. അത് ഈ സൈഡിൽ കൂടി ഇടും അമ്മ. അങ്ങനല്ലേ, ഈ വശത്തോട് ഈ വശത്തോട് ഇത്. ഓക്കെ. പുതിയ ഫിഷ് ഫുഡായിരുന്നു. കടിച്ച് മുറിച്ച് എന്താക്കിയില്ലേ മമ്മ? മോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ കടിച്ച് വെച്ച് നമുക്കിത് മുഴുവൻ ഇങ്ങോട്ടേക്ക് മാറ്റാം കേട്ടോ. ഓക്കെ, സെറ്റായിട്ടുണ്ട്. അതിനകത്തിരുന്ന് നീ അത് പൂത്ത് പോകും.